നമസ്കാരം കൂട്ടുകാരെ, അജീഷാണ് ഇടുക്കി ചില്ലീസ്. അപ്പൊ ഇന്ന് കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ക്യാമറ നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-4.5 വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറയാണ്. ആ ക്യാമറയുടെ പോയി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചു, എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു വേദന പോലെയൊക്കെ പറയണേന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ വേറൊന്നുമില്ല, ആ ക്യാമറ എന്റെ വൈഫ് മേടിച്ചിരുന്ന ക്യാമറയാണ് കേട്ടോ. അപ്പൊ അത് പോയി കഴിഞ്ഞപ്പോൾ ഒരു വേദന ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ ഇന്ന് ഒരു പുതിയ സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ഇനിയുള്ള യാത്രയിൽ കൂടെ കൂടാൻ വേണ്ടി നമുക്കൊരു കിടില സാധനം എത്തിയിട്ടുണ്ട്. ഒരു ക്യാമറയും അതുപോലെ തന്നെ ഒരു മൈക്കും എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്ന നമ്മുടെ സാധനം. ഒന്ന് നമ്മുടെ DJയുടെ ആക്ഷൻ 6, മറ്റൊന്ന് DJയുടെ മിനി 2 മൈക്ക്. നമുക്ക് നമ്മുടെ യാത്രയിൽ എപ്പോഴും ആവശ്യമുള്ള സാധനം മൈക്ക് കേട്ടോ. ഞാൻ ഏറ്റവും വിഷമിച്ചിരുന്ന സാധനമാണ്. നമ്മൾ ബൈക്കൊക്കെ ഓടിച്ചു പോയി ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര നോയ്സ്, കാറ്റിന്റെ സൗണ്ട്, പിന്നെ വണ്ടിയുടെ സൗണ്ട്, പിന്നെ ഇവിടെ വീട്ടിൽ വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ ചിലപ്പം പൂച്ചയുടെ കാർച്ച അല്ലെങ്കിൽ അയലോക്കത്തെ പട്ടിയുടെ കാർച്ച ഇതെല്ലാം കയറി വരും. അപ്പം പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും വോയിസ് ഓവർ കൊടുക്കണം. അങ്ങനെ നമ്മുടെ സമയം പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മളിത് ഈ DJയുടെ മിനി 2 മൈക്ക് മേടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മേടിച്ചിരിക്കുന്ന ക്യാമറയായിട്ട് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. റിസീവർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഇതിവിടെ മാറിയിരിക്കട്ടെ. അപ്പൊ നമ്മൾ മേടിച്ചിരിക്കുന്ന നമ്മുടെ ക്യാമറ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. DJI ആക്ഷൻ 6. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോണ്ടല്ലോ, ഇതുണ്ട്, ഇതുപോലെ ഒരു സ്റ്റിക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഈ സ്റ്റിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഏതാണ്ട് ഒരു 1.5 മീറ്റർ നീളത്തില് ഈ സ്റ്റിക്ക് നമുക്ക് ഉയർത്താൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഡ്രോൺ ഷോട്ടൊക്കെ നമുക്ക് ഇതേലെ ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം. അത് അഡ്വഞ്ചർ കോംബോ എന്ന് പറയുന്ന ഓപ്ഷൻ മേടിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സാധനം കിട്ടുള്ളൂ. ഇനി നമുക്ക് കാണുന്നത് ആക്സസറീസിന്റെ പാക്കിംഗ് ആണ് കേട്ടോ. നോക്കിയേ, ഇതാണ് ആ പാക്കിങ്, ആക്സസറീസിന്റെ പാക്കിങ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കുറെ അധികം സാധനങ്ങളുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഫസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ബാറ്ററിയാണ് കിട്ടുന്നത്. ഏതാണ്ട് 1950 മെഗാഹെർട്സിന്റെ ബാറ്ററിയാണ്. നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ചാർജ് ആവും കേട്ടോ. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇത് ചാർജ് ആക്കി വെച്ചേക്കാണ്. 3 ബാറ്ററി ഉണ്ട്. ഞാൻ ഇതിന്റെ റിവ്യൂ നോക്കി കഴിഞ്ഞപ്പോൾ 1050 ഷൂട്ട് ചെയ്താൽ 4 മണിക്കൂർ ക്യാമറ ഷൂട്ട് ചെയ്യാന്നാണ് ഒരു ബാറ്ററിയും കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ യാത്രയിൽ ഇത് കിടക്കാച്ചായിരിക്കും അല്ലേ. അപ്പൊ അവൻ അങ്ങോട്ട് മാറിയിരിക്കട്ടെ. പിന്നെ നമുക്ക് ഈ ബോക്സിനകത്തുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൗണ്ടുകളൊക്കെയാണ്. ഞാൻ അതിൽ ഒരു ഇതുണ്ടോ, ഇതുപോലെ 2 മൗണ്ട് നമുക്കുണ്ട്. ഈ മൗണ്ട് എന്ന് പറയുന്നത് ക്യാമറ കണക്ട് ചെയ്യാനുള്ള മൗണ്ട്. ഇതാണ് മൗണ്ട്. അപ്പൊ ഈ മൗണ്ടിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇത് മാഗ്നറ്റ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ 2 മൗണ്ടുകളുണ്ട്. പിന്നെ നമുക്ക് ക്യാമറ ഇടാനുള്ള ഒരു സ്ക്രൂവ്, ഒരു C ടൈപ്പ് കേബിള്, പിന്നെ നമുക്ക് നമ്മുടെ ഹെൽമറ്റ് മൗണ്ട്. ഇത്ര സാധനമാണ് ഇതിന്റെ അകത്ത് കിട്ടുന്നത്, ആക്സസറീസിന്റെ അകത്ത്. അതങ്ങോട്ട് മാറിയിരിക്കട്ടെ. അപ്പൊ ഞാൻ നിങ്ങളെ അതെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇനിയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ക്യാമറ. ഇതാണ് ക്യാമറയുടെ ബോക്സ് കേട്ടോ. ചെറിയ ക്യാമറയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് GoPro ആണ്. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ക്യാമറയാണ്. പക്ഷേ ഈ ക്യാമറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിതൊന്ന് കിട്ടി ഓണാക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കിത് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് 8K വരെ ഈ ക്യാമറ ഷൂട്ട് ചെയ്യാം. അത് മാത്രമല്ല ഡീലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്കൊക്കെ വീഡിയോയും ഫുട്ടേജ് നമുക്ക് മാറ്റി കളർ ഗ്രേഡ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഡീലോഗിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഒരു DSLR ക്യാമറയിലുള്ള ഒട്ടുമിക്ക ഫംഗ്ഷൻസും ഈ ഒരു ചെറിയ ക്യാമറയ്ക്കകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെ, ക്യാമറ തുറക്കുകയാണെ, അടിപൊളി. ഇതാണ് നമ്മുടെ ക്യാമറ, DJI ആക്ഷൻ 6. DJI ഓസ്മോ ആക്ഷൻ 6 എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. അപ്പം ഈ ക്യാമറ ഓൺ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന്റെ ഒന്നെല്ലാം സെറ്റിങ്സ് എല്ലാം ചെയ്തു വെച്ചെങ്ങനെയാണ് ഓൺ ചെയ്യണമെങ്കിൽ ഈ സൈഡ് കണ്ടോ, ഈ സൈഡിൽ ഈ ബട്ടൺ ഇങ്ങനെ മാറ്റണം. ഈ ബട്ടൺ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മളിങ്ങനെ പൊക്കത്തോട്ട് പയ്യെ തെന്നിച്ചാൽ ഇവിടെ നമുക്ക് ബാറ്ററി നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താണെങ്കിലും ഒരു ബാറ്ററി എടുക്കട്ടെ കേട്ടോ. യെസ്, അങ്ങനെ നമ്മളത് ബാറ്ററി കയറ്റിട്ടു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് തെറ്റിച്ചിങ്ങനെ അടച്ചാൽ ഓക്കെ ആയി. ഇനി നമുക്കിതൊന്ന് ഓണാക്കിയാലോ. ഓണാക്കണമെങ്കിൽ ഈ സൈഡിലാണ് ഇതിന്റെ സ്വിച്ച്. അടിപൊളിയല്ലേ? ഫസ്റ്റ് ഒരു ഇന്റർഫേസ് വരും. ഇതാണ് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു കിഡിലൻ ക്യാമറ ആണ്. ശരിക്കും ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മേലുള്ള യൂസേജ് ആണ്. ഞാൻ കൂടുതൽ ട്രാവലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബൈക്കൊക്കെ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ നമുക്ക് ഈസി ഹാൻഡിലായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്.
പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വൈഡ് ഷൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റംസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് റിയലിനുള്ളതും ലാൻഡ്സ്കേപ്പിലുള്ള വീഡിയോ ഒരേപോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കുറെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് ശരിക്കും പഠിച്ചിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പം ക്യാമറ നിങ്ങൾ കണ്ടില്ലേ, അടിപൊളിയല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ നമ്മളിത് ഈ ക്യാമറയിലായിരിക്കുമേ. നമ്മൾ ഈ ക്യാമറ എടുത്തത് നമ്മുടെ കോട്ടയം ഏറ്റുമാനൂരിലുള്ള നിമ്മീസ് ക്യാമറ സെന്ററിൽ നിന്നാണ് കേട്ടോ. ഇതിന്റെ പേരുണ്ട്. അപ്പൊ നിമ്മീസിനാണ്, നല്ല അടിപൊളി സർവീസാണ്. പക്ക അവർ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് സാധനം നിന്നു, പക്ക ഇടപെടൽ, എല്ലാം പൊട്ടിച്ച് എല്ലാം റെഡിയാക്കി കാണിച്ചു തന്നു. മാത്രമല്ല നമ്മളെടുത്ത പ്രോഡക്റ്റിന് നമുക്ക് 1 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് അവർ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിമ്മീസ് ഏറ്റുമാനൂർ കേട്ടോ. അപ്പൊ ഇനി ഒരു സാധനം കൂടെ നിങ്ങളെ കാണിക്കാനല്ലേ നമ്മുടെ യാത്രയില, അത് ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ യാത്രയിൽ ആഗ്രഹിച്ച് മേടിച്ചിരിക്കുന്ന സാധനമാണ്. യെസ്, മൈക്ക്. നമുക്ക് എന്തായാലും മൈക്ക് അൺബോക്സ് ഈ കൂടെ അങ്ങോട്ട് ചെയ്യാം അല്ലേ. കാര്യം എന്നൊക്കെ പറഞ്ഞാലും ഡി ജിയുടെ ക്യാമറയും അതിന്റെ ആക്സസറീസും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. കാരണം വെച്ചാൽ ഗോപ്രോ മേടിക്കുമ്പോൾ നല്ലൊരു കവർ നമുക്ക് ക്യാമറ ഇട്ട് വെക്കാൻ വേണ്ടി കിട്ടും. പക്ഷെ നമുക്ക് ഈ കട്ടിക്കൂട്, ഈ ഒരു കാർട്ടൺ ബോക്സ് മാത്രമേ നമുക്ക് ആ കൂടെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇനി നമുക്കൊരു നല്ലൊരു ബാഗ് മേടിച്ചാൽ മാത്രമേ നമുക്കിത് സേഫ് ആയിട്ട് ട്രാവലിംഗിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഡി ജെ കമ്പനിക്കാരോട് ഉള്ള ഒരു പരാതിയാണ്. അപ്പൊ ഇനി നമുക്ക് മൈക്കിങ്ങളെ ഈ കൂടെ കൊണ്ട് അൺബോക്സ് ചെയ്താലോ? നിങ്ങൾ കാത്തിരിക്കല്ലേ? ഇതാണ് നമ്മുടെ മൈക്ക്, DJI Mini 2. ഈ മൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചാർജിൽ തന്നെ നമുക്ക് മണിക്കൂറോളം ഇത് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. 2 മൈക്കാണ് കിട്ടുന്നത്. നമ്മുടെ കൂടെ പെയറായിട്ട് ഒരാളുണ്ടെങ്കിൽ അവർക്കും കൂടി സംസാരിക്കാവുന്ന മൈക്കാണ് കിട്ടുന്നത്. ശരിക്കും ഈ ക്യാമറയുടെ ഓൾറെഡി നമ്മുടെ ഇൻബിൽറ്റ് മൈക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ മൈക്ക് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യാമറ നമ്മുടെ മുമ്പിൽ നിന്ന് മാറി കാണിച്ചാൽ പിന്നെ നമ്മൾ സൗണ്ട് കുറയും. അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. മാത്രമല്ല നമുക്കിപ്പോൾ ക്യാമറ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ദൂരം പോയി സംസാരിക്കണമെങ്കിൽ ഇതുപോലൊരു മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അങ്ങനെ കുറേ അധികം അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് ചെറിയ പ്രൊമോഷനുകളിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രൊമോഷനുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സംസാരിക്കുന്ന അത്യാവശ്യം വോയിസിലാണ്. പക്ഷെ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ വളരെ ലൈറ്റായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട് ഈ ക്യാമറയുടെ മൈക്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് മൈക്ക് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിവിടെ ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളെ കാണിക്കാൻ വേണ്ടി ഇത് ഓപ്പൺ ചെയ്തു. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ബാഗിൻ്റെ ഉള്ളിലാണ് ഈ ഒരു മൈക്ക് നമുക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇരിക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ കുറേ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ DJയുടെ മൈക്ക് ഇരിക്കുന്ന ബാഗ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു ബാഗിൻ്റെ അകത്താണ് നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടണേ. എന്താണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് സേഫ് ആയിട്ട് ഇതിൻ്റെ സംഭവങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാല്ലേ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആദ്യം കിട്ടും കേട്ടോ. ഇത് ഞാൻ ആദ്യം കാണിച്ചു തരാവേ. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഇടുന്ന ഡ്രസ്സുകൾക്കനുസരിച്ച് മൈക്ക് കുത്താനുള്ള സാധനമാണ്. വ്യത്യസ്തമായ കളറില്ല. ഇത് മാഗ്നറ്റാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, എടുത്ത് നമ്മുടെ മൈക്കിലേക്ക് വെച്ചാൽ പടക്കെന്ന് പറഞ്ഞ് അതിലേക്ക് വീഴും. നമ്മൾ ഇടുന്ന ഡ്രസ്സ് ഏതാണോ അതിനനുസരിച്ച് കളർ ചേഞ്ച് മാറ്റാൻ പറ്റും. എന്നെ സംബന്ധിച്ച് അത് വേണ്ട, ഇടുന്നത് തന്നെ ഇടും. ഏതെങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ എടുത്തിടാറുള്ളൂ. പക്ഷെ ഇത് സൂക്ഷിച്ച് വെക്കണം. എൻ്റെ കൂടെ മക്കളുണ്ടല്ലോ, അവർക്ക് ഇഷ്ടത്തിന് ഇത് വേണമെങ്കിൽ മാറ്റാലോ. അപ്പോൾ അത് ഇങ്ങനെ മാറിയിരുന്നു. ഇനി നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേബിളാണ്. ഇത് ഈ കേബിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് C ടൈപ്പ് കേബിളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് DSLR ക്യാമറയിൽ ഉപയോഗിക്കാനുള്ള കേബിളും നമുക്കുണ്ട് കേട്ടോ ഈ കൂടെ. അതുകൂടാതെ C ടൈപ്പ് കേബിളും ഉണ്ട്. അപ്പൊ ഇതാണ് നിലവിൽ. ഇതും അങ്ങോട്ട് മാറിയിരിക്കട്ടെ. ഇനിയാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സാധനം. യെസ്, മൈക്ക് Mini 2. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യണേ. യെസ്, ഇവിടെ നിന്ന് നമ്മൾ എടുത്തു. ഇതാണ് നമ്മൾ മേടിച്ച സാധനം കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പവർഫുൾ ഒരു പെട്ടിക്കകത്താണ് മൈക്ക് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്താലോ. യെസ്, ഇത് നമ്മൾ ഇവിടെ പ്രസ് ചെയ്യണം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ പൊക്കണം. അടിപൊളിയല്ലേ. 2 പൂച്ചപ്പൂടി ഇരിക്കണുണ്ടോ. ഇതാണ് മൈക്ക്. പിന്നെ ഇതിന്റെ നടുക്കിരിക്കുന്നത് അതിന്റെ ട്രാൻസ്മിറ്റർ ആണ്. നമ്മുടെ ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട്, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലൊരെണ്ണം നമുക്ക് എടുത്താലോ. എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. നല്ല രസമല്ലേ. അപ്പൊ ഇത് വിൻഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി, കാറ്റിന്റെ സൗണ്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഈ ഒരു സാധനം നമ്മളിങ്ങനെ താഴേന്ന് ഇതുണ്ടോ, ഇതിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ
ഇഷ്ടപ്പെട്ട നമുക്ക് ഏതെങ്കിലും ഒരു കളർ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സെക്കൻഡ് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഈ മൈക്കിന്റെ പ്രത്യേകത. അങ്ങനെ നമ്മൾ 2 മൈക്ക് നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 മൈക്ക് ഇത് സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഈ മൈക്കും നമ്മുടെ ഈ ക്യാമറയില്ലേ ഈ ക്യാമറയും കൂടെ കൂടി പെയറാക്കിയാൽ നമ്മൾ ഈ സംസാരിക്കുന്ന മൊത്തം നമ്മുടെ ക്യാമറയിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. മൈക്ക് കൂടാതെ പിന്നെ ക്യാമറയിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ കുത്താനുള്ള ഒരു സംഭവം കൂടെ ഇതിലുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സംഭവമാണ്. ഏകദേശം ഞാൻ ഇതിന്റെ ഒരു റിവ്യൂ കണ്ടിട്ട് 400 മീറ്റർ അപ്പുറം വെച്ച് ഈ മൈക്ക് കണക്ട് ചെയ്താലും അടിപൊളി ക്ലാരിറ്റി പോകാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്ര കിടിലൻ സാധനമാണ്. അപ്പം ഇത് അങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കുത്താനുള്ള ഒരു പിന്നാണ്. അപ്പം ഇത് മാറി നിൽക്കട്ടെ. ഇതിന്റെ ബോക്സ് നിങ്ങളുണ്ടോ എത്ര പവർഫുൾ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കിയേ. ഇതിനകത്ത് എല്ലാ സാധനവും നമുക്ക് വെക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് വേറെ 2 ചെറിയ സാധനവും കൂടെ ഇതിന്റെ ഇടയ്ക്ക് ഈ ബാഗിന്റെ ഇടയ്ക്ക് ഞാൻ തപ്പിപ്പം കിട്ടിയിട്ടുണ്ട്. ഇതൊരു സെപ്പറേറ്റ് മാഗ്നറ്റ് ആണ്. നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ മൈക്ക് ഇങ്ങനെ വെച്ചിട്ടേ പടക്കെന്ന് പറഞ്ഞ് ഒട്ടിച്ച് നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള മാഗ്നറ്റ് ആണ്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ കവർ. ഇതെന്തിനു തന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എക്സ്ട്രാ കവർ അതിന്റെ ആ കൂടെ വെച്ചായിരുന്നു അല്ലേ. അത് പിള്ളേരുടെ അടുത്ത് ആ കൂടെ വെച്ചു കേട്ടോ. അപ്പൊ അത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിന്റെ അകത്ത് ഓൾറെഡി നമുക്ക് കിട്ടണേ. ഇനിയൊന്നും ഇല്ല. അപ്പം അത് മാറിയിരിക്കട്ടെ. അപ്പൊ നമുക്ക് ഈ മൈക്കൊക്കെ വെച്ച് നമുക്ക് അടിപൊളി വീഡിയോ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ക്യാമറയെ കുറിച്ച് എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല. ഇനി സായിപ്പന്മാരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി. ഞാൻ ഇന്നലെ ഇരുന്നിട്ട് കുറെയൊക്കെ പഠിച്ച് ഏതാണ്ടൊക്കെ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അപ്പം മൈക്കും ഇതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ക്യാമറയുടെ അടിപൊളി ഒരു റിവ്യൂ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പൊ എന്താണെങ്കിലും ഈ മൈക്കിനെ കുറിച്ച് പറയേണ്ട ഒരു സാധനം കൂടെ ഉണ്ട്. നമ്മളിത് ഈ കണക്ടർ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, അതായത് ഞാൻ ഒന്നുകൂടെ ക്ലോസപ്പിൽ നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മാഗ്നറ്റാണ്. ഇതുണ്ടോ. അപ്പൊ ഇത്ര നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാം. അപ്പൊ ഈ മുകളിലുള്ള പൂച്ചപ്പൊടിയില്ലേ ഇത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. പക്ഷെ റിമൂവ് ചെയ്യാതിരുന്നാൽ പൊടികളെ കാര്യങ്ങളൊക്കെ കയറാതിരുന്ന് നമുക്ക് വിൻഡിന്റെ റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മൈക്കിന്റെ വിശേഷങ്ങൾ. അപ്പൊ കൂട്ടുകാരെ, പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ ക്യാമറയോടൊപ്പം അധികം താമസിക്കാതെ നമുക്ക് കണ്ടുമുട്ടാത്തോ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊരു ക്യാമറയിലും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ഐഡിയ എന്ന് വെച്ചാൽ 50 GB നമുക്ക് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. മെമ്മറി കാർഡ് ഇല്ലെങ്കിലും ഇനി ഇൻ കേസ് എവിടെയെങ്കിലും നമ്മൾ മെമ്മറി കാർഡ് എടുക്കാൻ വിട്ടുപോയാലും നമുക്ക് അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പഠിച്ചിട്ട് ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. കാരണം വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു DSLR എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ തന്നെയാണ് ഡീലോഗ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി ഞാൻ ഇത് ലാപ്ടോപ്പ് ഓണാക്കി വെച്ചേക്കാണ്. ഇനി എല്ലാം ഇരുന്ന് കുത്തിപ്പിടിഞ്ഞ് പഠിച്ചിട്ട് അതിന്റെ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇടാം. എന്താണെങ്കിലും അടുത്ത ദിവസം തന്നെ നമുക്ക് കിടിലം വീഡിയോസും ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കമന്റ് ഇടാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.